നിർമ്മാണം പൂർത്തീകരിച്ച 2 വർഷമാകാറായിട്ടും തുറക്കാതെ വയനാട് സുൽത്താൻ ബത്തേരിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രം. താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ നിർമ്മാണം പൂർത്തിയായ ജില്ലയിലെ ഏക മാതൃശിശു സംരക്ഷണ കേന്ദ്രമാണ് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും തുറക്കാതെ കിടക്കുന്നത്. ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാത്തതാണ് പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത്. 25 കോടി രൂപ ചെലവഴിച്ച് 2 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച വയനാട് ജില്ലയിലെ ഏക മാതൃശിശു സംരക്ഷണ കേന്ദ്രമാണ് തുറക്കാതെ കിടക്കുന്നത്. ഫെയർലാൻഡിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രി ഹെഡ്ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലാണ് 7 നില കെട്ടിടം നിർമ്മിച്ചത്. 3 ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂമുകൾ, നവജാത ശിശു സംരക്ഷണത്തിനുള്ള പ്രത്യേക യൂണിറ്റ്, 80 ബെഡുകളിടാനുള്ള സൗകര്യം എന്നിവയാണ് ആശുപത്രിയിലുള്ളത്. ഇതിലേക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ആശുപത്രിയിലേക്ക് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കാൻ കാരണം. എല്ലാ അർത്ഥത്തിലും നല്ല കെട്ടിടമുണ്ടാക്കി, മനോഹരമായ കെട്ടിടമുണ്ടാക്കി, എല്ലാ അർത്ഥത്തിലുമുള്ള ഉപകരണങ്ങളും മറ്റു സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ട് 2 വർഷമായിട്ട് സർക്കാരിൻ്റെ കൃത്യമായ അനാസ്ഥ കൊണ്ട് അത് തുറക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തുറന്ന് ഈ പാവപ്പെട്ട രോഗികൾക്ക് അനുകൂലമാവുന്ന സാഹചര്യം ഉണ്ടാക്കി അത് പ്രവർത്തന സജ്ജമാക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സൂപ്രണ്ടും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരും മറ്റു ജീവനക്കാരുമടക്കം 123 ജീവനക്കാർ ആവശ്യമാണെന്ന് കാണിച്ച് 2023 ഒക്ടോബറിൽ സർക്കാരിലേക്ക് പ്രപ്പോസൽ നൽകിയിട്ടും നടപടികൾ വൈകുകയാണ്. എത്രയും വേഗം ജീവനക്കാരെ നിയമിച്ച് ആശുപത്രി തുറന്നു പ്രവർത്തിച്ച് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.